ഞാൻ ട്യൂഷനൊന്നും പോയിരുന്നില്ല. പക്ഷെ ട്യൂഷന് പോകാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സമയം ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. രാവിലെ ഞാൻ എന്ന് പറഞ്ഞാൽ രാത്രി ആയിരുന്നു മെയിനായിട്ട് പഠിച്ചിരുന്നത്. രാവിലെ പഠിക്കുന്ന കൂട്ടത്തിൽ അല്ല. രാവിലെ ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും ഈ വർഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ഊർജമായിരുന്നു എനിക്ക് ഈ ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ എനിക്ക് ഒരു സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടായിരുന്നത്. വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് തന്നെയായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഇത് എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി സ്ട്രെങ്ത് നമുക്ക് കിട്ടാനില്ല. കാരണം നമ്മളെ എത്ര ട്യൂഷന് പോകുന്ന എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകന്റെ മുമ്പിലാണ് നമ്മൾ ആദ്യം പോയിട്ട് എന്താ പറയുക ഗുഡ് മോർണിംഗ് പറയുന്നത്. അപ്പോൾ അതായിരുന്നു. ഞാൻ ഈ വർഷം പള്ളിയിലെ കൊയറിലും ആക്റ്റീവായിരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ എൻ്റെ റിസൾട്ടിലും പ്രതിഫലിച്ച ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഈ ഒരു റിസൾട്ട്. അപ്പോൾ ഇത്രയും നല്ല ഒരു എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വചനം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ശരിക്കും ഞാൻ പ്രാവർത്തികമാക്കാൻ നോക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ അത്രയും ഇടപെടും എന്നുള്ളൊരു വിശ്വാസം അതാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ എന്നെ പ്രചോദിപ്പിച്ചത് ഞങ്ങളുടെ ഇടവക വികാരിയായ ഫാദർ മൈക്കിൾ ഡിക്രൂസ് അച്ഛനാണ്. അച്ഛൻ എന്നെ എന്താണ് എല്ലാ ദിവസവും പള്ളിയിൽ വരാനും എന്നെ കൊയറിൽ ജോയിൻ ചെയ്യാനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റി. ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.